ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ മതിലിടിഞ്ഞ് വീണ് ആ രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചു. അപ്പോഴും മന്ത്രിമാർ പറഞ്ഞു ദുഃഖകരം. മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ല, മരുന്നില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞു, അയ്യോ കഷ്ടമായി പോയി, ദുഃഖകരം എന്ന് പറഞ്ഞു. ഈ ദുഃഖകരം എന്ന് പറയാനല്ലല്ലോ ഈ പുങ്കവന്മാരെ അവിടെ കയറ്റിയിരുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അന്ധവിശ്വാസവും അനാചാരവും തടയുന്നതിന് നിയമം ഉണ്ടായിക്കൊണ്ട് പ്രശ്നം തീരുമോ? അതുകൊണ്ട് ജനങ്ങൾ തെറ്റായിട്ടാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും വിചാരിക്കും എന്താണ് മൂപ്പിലാൻ അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ ഇതുപോലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഇതാരുടെയും കുറ്റമല്ല. ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മളെ ഇതുപോലെയുള്ള പല അനുമാനങ്ങളിലും തെറ്റായ ധാരണകളും കൊണ്ടുപോയി ചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും മൃഗസംരക്ഷണ മന്ത്രിയോടും അതുപോലെ വൈദ്യുതി മന്ത്രിയോടും എനിക്ക് പറയാനുള്ളത്, ദുഃഖകരം എന്ന് പറയാനായിട്ട് നിങ്ങളുടെ ആരുടെ ആവശ്യമില്ല. ഞങ്ങൾക്കറിയാം, എനിക്കും അറിയാം, ഈ പരിപാടി കാണുന്ന ആളുകൾക്കും അറിയാം, ഇത് കാണാത്തവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതല്ല, അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാണ്ട് മനുഷ്യരുടെ ക്ഷമ പരീക്ഷിക്കരുത്. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.